അനുഗ്രഹീതമായ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസയാത്രാ മിനിസ്ട്രി കോട്ടയ്ക്കലും ചർച്ച് ബോർഡ് കോതമംഗലം സഭയും ചേർന്നൊരുക്കുന്ന ഏകദിന കൺവെൻഷന്റെ ഈ രാത്രികാലം ഇങ്ങനൊരു അവസരം ലഭിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠരായ ദൈവമക്കൾ, ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരായ ദേശനിവാസികൾ, അതേപോലെ ക്ഷണിക്കപ്പെട്ടവരായി കടന്നു വന്ന ദൈവദാസി ദാസന്മാർ, വിശ്വാസയാത്രാ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന ബിജു സ്റ്റീവൻ, അതേപോലെ ആ ടീമിൽ പ്രവർത്തിക്കുന്ന കർത്തൃദാസിമാർ, കർത്താവിൻ്റെ ദാസന്മാർ, അതേപോലെ വിശ്വാസയാത്രാ മിനിസ്ട്രി കൊയർ ടീം നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹീത ഗാനങ്ങൾ ആലപിച്ച കർത്തൃദാസന്മാർ, അതേപോലെ ഇന്ന് രാത്രിയിലെ ഈ യോഗം ലീഡ് ചെയ്യുന്ന പ്രത്യേകിച്ച് ചർച്ച് ബോർഡിൻ്റെ രക്ഷാധികാരിയും ഈ സഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കെ വി ജോർജ് അവറുകൾ, അതേപോലെ തന്നെ സ്തോത്രം ഈ ഭവനം ഇന്ന് രാത്രി ആമേൻ ഈ സുവിശേഷ മഹായോഗത്തിനായി ആമേൻ തുറന്നു കൊടുത്ത കർത്താവിൻ്റെ ദാസൻ ആമേൻ കുര്യാക്കോസ് അവറുകൾ, ദൈവത്തിൻ്റെ കുടുംബം എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ആമേൻ ഇന്ന് രാത്രി അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രികാലം സ്വല്പസമയം ആമേൻ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ലഭിച്ച വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൻ്റെ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്തെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കൽ കൂടി ആ വാക്യം പറയാം. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൻ്റെ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്തെടുക്കും. ഇന്ന് രാത്രി എൻ്റെ ഭാര്യ സഹോദരി രൂപം ഒന്നിച്ചാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. എനിക്ക് 2 മക്കളുണ്ട്. രൂപോസ്, അലക്സ്. അവര് വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ സുവിശേഷ വേലയ്ക്കായി ഈ ടീമിനോടൊപ്പം കടന്നു പോകുന്നത്. ഇന്ന് രാത്രി അവനായിരിക്കുന്ന നല്ല അനുഭവങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് എന്ന് പറയുന്ന വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശം, കാവാലോ എന്നൊക്കെ നിങ്ങൾ പ്രസിദ്ധമായൊരു നാട്. അതിനടുത്തൊരു ചെറിയ പ്രദേശത്താണ് ഒരു പാരമ്പര്യ കത്തോലിക്ക കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ വീട്ടിൽ 11 മക്കളുണ്ട്. അവൻ എൻ്റെ ഭാര്യയുടെയും വീട്ടിൽ അതേ നമ്പർ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം കൂട്ടിച്ചേർക്കുമ്പോൾ എല്ലാം ആമേൻ അതിൻ്റെതായ നിലവാരത്തിലായിരിക്കും. സ്തോത്രം. രാത്രി പറയട്ടെ, യേശു ആരെന്നോ, ദൈവമെന്തെന്നോ, ദൈവത്തിൻ്റെ വചനമെന്തെന്നോ, പരിശുദ്ധാത്മാവ് എന്തെന്നോ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കത്തോലിക്ക സൺഡേ സ്കൂളിൽ ഏതാണ്ട് 2-3 ക്ലാസ്സേ പോയിട്ടുള്ളൂ, പിന്നെ അതിനും പോയിട്ടില്ല. ബാല്യപ്രായം മുതൽ നിരീശ്വരവാദം എൻ്റെ ജീവിതത്തിൽ ഉടലെടുത്തിരുന്നു. അങ്ങനെ മുൻപോട്ട് പോയി. കുട്ടനാട്ടിൽ എൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ തെങ്ങുകളൊക്കെ ഉണ്ട്. അവിടുത്തെ പ്രത്യേകത ഏറ്റവും വലിയ വരുമാനം തെങ്ങ് കള്ളിയെത്താൻ കൊടുക്കും. അപ്പം ചെറുപ്രായത്തിൽ തന്നെ ഇതൊക്കെ രുചിക്കുവാൻ തുടങ്ങി. വീട്ടിലറിയാതെ ഇതിനൊക്കെ പതുക്കെ അടിമയാകാൻ തുടങ്ങി. ഏതാണ്ട് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ആമേൻ ഏതാണ്ടൊക്കെ നല്ല നിലവാരത്തിൽ വീട്ടിൽ അറിയാതെയാണെങ്കിലും ഈ തെങ്ങുകളൊക്കെ രുചിക്കുവാൻ തുടങ്ങി. രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും മദ്യത്തിലെ ആമേൻ രുചിച്ചു നോക്കാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് നിന്നെ അടിമയാക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മുൻപോട്ട് പോയി. എന്നാൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരു കത്തോലിക്ക സഹോദരൻ ആന്ധ്രയിൽ വെച്ച് അദ്ദേഹം സുവിശേഷം കേട്ടു. രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുവാനിടയായി. ഇന്ന് നിത്യതയിലായിരിക്കുന്ന കല്ലുമല കുഞ്ഞോനച്ചായൻ എന്ന് പറയുന്ന ഫാസ്റ്റർ എം ഇ ജേക്കബ് അവറുകൾ ആന്ധ്രയിൽ ഹൈദരാബാദിൽ പോയി ഈ സുവിശേഷം അറിയിച്ചപ്പോൾ അദ്ദേഹം ആ കൂട്ടായ്മയിൽ പോയി രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, അഭിഷേകം പ്രാപിക്കുവാനിടയായി. ആ അഭിഷേകം പ്രാപിച്ച ആ സഹോദരൻ ഒരൊറ്റ ആഗ്രഹം, താൻ അനുഭവിച്ചറിഞ്ഞ സന്തോഷവും ഈ സമാധാനവും ഈ ദൈവ സാന്നിധ്യവും തൻ്റെ സഹോദരങ്ങളും ചാർച്ചക്കാരും ദേശവും അറിയണം. അങ്ങനെ അദ്ദേഹം നാട്ടിൽ വന്ന് ഉപവാസ പ്രാർത്ഥനയും കൺവെൻഷനും ക്രമീകരിക്കാനിടയായി തീർന്നു. അങ്ങനെ അദ്ദേഹം നാട്ടിൽ വന്നു. അടുത്തൊരു ചെറിയ കത്തോലിക്ക പള്ളിയുണ്ട്. ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ ഞങ്ങൾ യൗവനക്കാരൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കും.
അങ്ങനെ ഒരു പ്രഭാതത്തിൽ ദൂരദേശത്തും കുട്ടനാട്ടിലെ പ്രത്യേകതയിൽ അവിടെ പെന്തക്കോസ്ത് ചർച്ചുകളൊന്നുമില്ല. മുസ്ലിം എന്ന് പറയുന്ന വിഭാഗം അവിടെയില്ല. ഹിന്ദുക്കളും കത്തോലിക്കരും മാത്രമേ ഉള്ളൂ. ആ ദേശത്ത് ദൂരദേശത്തു നിന്നൊക്കെ ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ വന്ന് അവിടെ പകൽക്കാലം പ്രാർത്ഥന ആരംഭിച്ചു. ഒരു ചെറിയ ഭവനത്തിൻ്റെ ഉള്ളിൽ ഇവരിരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. വലിയ ഒച്ചയും ബഹളവും, എന്തൊക്കെയോ ഭാഷയിൽ ഇവർ സംസാരിക്കുന്നു. അന്ന് അന്യഭാഷ എന്തെന്നോ ദൈവത്തെ സ്തുതിക്കുന്നത് എന്തെന്നോ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഈ ബഹളമൊക്കെ കേട്ടിട്ട് ഞങ്ങളവിടെ പോയി ഭവനത്തിൻ്റെ ജനൽ ഇങ്ങനെ തുറന്നു കിടപ്പുണ്ട്. അതിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ ചിലരൊക്കെ എന്തൊക്കെയോ ഭാഷ പറയുന്നു, ചിലർ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ പുറത്തു നിന്ന് കൂക്കി വിളിക്കുവാൻ തുടങ്ങി. പക്ഷെ ഞങ്ങളുടെ കൂക്ക് വിളിക്കൊന്നും ഇവരുടെ ആരാധനയെ മാറ്റിക്കളയുവാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അവിടുന്ന് മടങ്ങി പോന്നു. സന്ധ്യ മയങ്ങി, കൺവെൻഷൻ ആരംഭിച്ചു. അന്ന് 2 ദൈവദാസന്മാരാണ് പ്രസംഗിക്കുന്നത്. ഇന്ന് 2 പേരും നിത്യതയില്ല. ഒന്ന് കൽവല കുഞ്ഞോന് ചായനും മറ്റൊന്ന് കാനമച്ചനും. അദ്ദേഹം അന്ന് ഇറങ്ങിത്തിരിച്ച പ്രാരംഭഘട്ടത്തിലായതുകൊണ്ട് ലോകയൊക്കെ ഇട്ടുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഇതുപോലൊരു വീട്ടിൻ്റെ മുറ്റത്ത് വൈകിട്ട് കൺവെൻഷൻ ആരംഭിച്ചു. അനേക കത്തോലിക്കരും ഹിന്ദുക്കളും ഒക്കെ അവിടെ വന്നുകൂടി. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ വന്നുകൂടി. അവരുടെ പ്രസംഗ വിഷയം വേറൊന്നല്ല, സത്യാരാധന ഏതോ, ആരെയാണ് ആരാധിക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം എടുത്ത് സ്തോത്രം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന വിഷയത്തെ തെളിയിച്ചുകൊണ്ട് അവർ പ്രസംഗിക്കുവാൻ തുടങ്ങി. പ്രസംഗം കേട്ടപ്പോഴേ കൂടെ ഇരുന്നവർക്ക് പറഞ്ഞു, ഇവർ കത്തോലിക്കർക്കെതിരാ. പള്ളിയിലൊന്നും പോകത്തില്ലെങ്കിലും ഒരു വർഗീയ വികാരം എൻ്റെ ഉള്ളിലും അവരുടെ ഉള്ളിലും ഉടലെടുക്കുവാനിടയായി തീർന്നു. ഇതുപോലെ നല്ല വെളിച്ചതുള്ളത് കൊണ്ട് നേരെ മുൻപിലേക്ക് ചെല്ലുവാൻ യാതൊരു നിർവാഹവുമില്ല. ഉള്ളിൽ ഭയമുണ്ട്. എല്ലാവരും കൂടെ തീരുമാനിച്ചു ഷാപ്പിൽ പോയി അവളോളം മദ്യപിച്ചിട്ട് വന്നിട്ട് അപ്പോഴും ധൈര്യമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം. കുട്ടനാട്ടിൻ്റെ പ്രത്യേകതയിൽ വെള്ളമുള്ള പ്രദേശമായതുകൊണ്ട് തേക്കിൻ്റെ കാലൊക്കെ നാട്ടിയിട്ട് ട്രാൻസ്ഫോർമർ പൊക്കിയാണ് വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് നമുക്ക് ട്രാൻസ്ഫോർമറിൽ പോയി ഫീസ് ഊരിവിടാം. ആര് കയറും? മദ്യത്തിൻ്റെ ലഹരിയിൽ ഒരു മരത്തിൽ പോലും കയറിയിട്ടില്ലാത്ത ഞാൻ അതിൽ കയറി ട്രാൻസ്ഫോർമറിൽ നിന്ന് ഫീസ് ഊരിവിട്ടു. വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിച്ചിട്ട് ജയാളിയായി മടങ്ങി വന്ന് മൈക്ക് സെറ്റൊക്കെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞു. കൺവെൻഷൻ അലങ്കോലപ്പെടുത്തി. എന്നാൽ അന്ന് കണ്ട ഒരു രംഗം ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. അപ്പോസ്തലനായ പത്രോസ് കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരാരും സ്നാനപ്പെട്ടവരായിരുന്നില്ല. പക്ഷേ പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ, ദൈവവചനം കേട്ടപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങി വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇതേപോലൊരു അനുഭവം അവിടെ കൂടിയിരുന്ന ഹിന്ദുക്കളുടെയും കത്തോലിക്കളുടെ മേലൊക്കെ പകരപ്പെട്ടു. അവർ എന്തൊക്കെയോ ഭാഷകളിൽ പറഞ്ഞിട്ട് പറയുകയാണ്, ഇതാകുന്നു സത്യാരാധന, ഇതാകുന്നു സത്യദൈവം. ഞങ്ങൾ പലരെയും പിന്തിരിപ്പിച്ചു. ജയാളിയായി രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൻ ഈ വാർത്തയറിഞ്ഞു. അദ്ദേഹം ഒരു വലിയ വടി കൊണ്ടുവന്നിട്ട് പുറത്തിട്ട് ശരിക്ക് തല്ലൊക്കെ കിട്ടി. വേദനയോടെ ഞാൻ കിടന്നുറങ്ങി. പിറ്റേ പ്രഭാതത്തിൽ കുട്ടനാടായതുകൊണ്ട് ആറും തോടും ഒക്കെ ഉണ്ട് കുളിക്കുവാൻ. രാവിലെ തോർത്തും സോപ്പും ഒക്കെ ആയിട്ട് ആറ്റിലേക്ക് നടന്നു പോകാൻ മുൻപോട്ട് വരുമ്പോൾ തലേ ദിവസം അവിടെ ഉണ്ടായിരുന്ന ഒരു ദൈവദാസൻ, ഇന്ന് കാണുന്ന ഈ ശരീര വലുപ്പമൊന്നും എനിക്ക് അന്നില്ല, ഒരു അസ്ഥികൂടം പോലെയായിരുന്നു ഞാൻ. അദ്ദേഹത്തെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ടായി. അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദൈവദാസന്മാരുടെ സ്വഭാവം എന്താണെന്ന്. പക്ഷെ ധൈര്യം സമ്പാദിച്ചുകൊണ്ട് മുൻപോട്ട് ചെല്ലുമ്പോൾ ആ ദൈവദാസൻ എന്നോട് സഹോദര എന്ന് സ്നേഹത്തിൽ വിളിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വരും കാലങ്ങളിൽ ഈ പുസ്തകം ചുമന്ന് യേശുവിനെ പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. അതൊരു പ്രവചന ദൂതായിരുന്നു. സക്കറിയ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഇങ്ങനെ പിതാക്കന്മാർ എവിടെ? പ്രവാചകന്മാർ സദാകാലവും ജീവിച്ചിരിക്കുമോ? എന്നാൽ ഞാൻ അവരിലൂടെ അരുളിച്ചതിൻ്റെ അരുളപ്പാടുകളും എൻ്റെ പ്രമാണങ്ങളും നിങ്ങളെ തുടർന്ന് പിടിച്ചില്ലയോ? ഇന്ന് രാത്രി പറയട്ടെ, എന്നെ കേൾക്കുന്ന ദേശനിവാസിയെ, നീ എത്ര അകന്നു പോയാലും ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. ഇത് ക്രിയ ചെയ്യുന്ന വചനമാണ്. ഇത് തുടർന്ന് പിടിക്കുന്ന വചനമാണ്. സ്തോത്രം. ഞാൻ അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ കുറെ അസഭ്യമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് ചിലരുടെ ഉപജീവനത്തിലുള്ള മാർഗമാ, എന്നെ ഇതിന് കിട്ടത്തില്ല.
പക്ഷേ കാലത്തിൻ്റെ തികവിൽ സമയമായപ്പോൾ കർത്താവിനെയും ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ അവന് സാക്ഷിയാകുവാൻ തിരഞ്ഞെടുത്തു. അവൻ പക്ഷേ എൻ്റെ ജീവിതത്തിൽ SSLC ഒക്കെ കഷ്ടിച്ച് പാസ്സായി. പക്ഷേ മുൻപോട്ട് തുടർന്ന് പഠിക്കാനൊക്കെ വിട്ടു. പക്ഷെ ഒന്നും നടന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം. 107-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, അത്യുന്നതൻ്റെ ആലോചനയോട് മത്സരിക്കുകയും അവൻ്റെ സർവശക്തിൻ്റെ സ്തോത്രം അവൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ ആലോചനയോട് മറുതലിക്കുകയും. ആരെങ്കിലും ആ വാക്യം ഒന്ന് വായിച്ച് 107-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യം. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും ആ അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് അവർ ഇരുളിലും അന്ധതമസ്സിലും ഇരുന്നു. അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര ദേശനിവാസിയെ, നിന്റെ കയ്യിൽ സമ്പത്തുള്ളപ്പോൾ അനേകർ നിന്നോടുകൂടെ കാണും. നീ തകർന്നു കഴിയുമ്പോൾ ആരും നിന്നോടുകൂടെ കാണത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നീ തകർച്ചയുടെ വക്കിലാണോ, നിരാശയിലാണോ, എല്ലാം തകർന്ന അനുഭവത്തിൽ ആത്മഹത്യല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, ആരെല്ലാം ഉപേക്ഷിച്ചാലും പറ്റമ മറന്നാലും മറക്കാത്ത ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് നസറേയനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അദ്ദേഹം എന്നോട് കുറെ കാര്യങ്ങൾ, പക്ഷേ എൻ്റെ ജീവിതത്തിലെല്ലാം പരാജയമായി മാറി. ഞാൻ എൻ്റെ ജ്യേഷ്ഠനും മൂത്ത സഹോദരിയും ഡൽഹിയിലുണ്ട്. ഞാൻ അവർക്കൊരു ലെറ്റർ എഴുതി, എനിക്കും ഡൽഹിക്ക് വന്നാൽ കൊള്ളാവുന്നുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടണം, ഈ നാട്ടിൽ നിന്ന് പോകണം. എൻ്റെ ലെറ്ററിന് മറുപടി വന്നു. ഞാൻ നേരെ ഡൽഹിക്ക് കടന്നു. എനിക്കറിയാവുന്ന ഭാഷ മലയാളമല്ലാതെ മറ്റൊന്നും അറിയില്ല. ഹിന്ദിയിൽ അന്നൊരൊറ്റ വാക്കറിയാം. ആരെന്ത് ചോദിച്ചാലും നഹി എന്ന് പറയാനറിയാം. സ്തോത്രം. അങ്ങനെ അവിടെ ചെന്നു. ജ്യേഷ്ഠനോടുള്ള ബന്ധത്തിൽ ഉഷ തയ്യൽ മെഷീൻ കമ്പനിയുടെ ഷോറൂമിൽ സെയിൽസ്മാനായിട്ട് എനിക്ക് ജോലി കിട്ടി. മെഷീൻ വാങ്ങാൻ വന്നാലും പാർട്സ് വാങ്ങാൻ വന്നാലും ഞാൻ അവരോട് നഹി എന്ന് പറയും. പക്ഷേ മാനേജർ എന്നെ ഭാഷ പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, പക്ഷെ അത് തുടരാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി വെട്ടി ഞാൻ എത്ര അകന്നു പോയാലും അതിൽ നിന്ന് മാറിപ്പോകാൻ കഴിയത്തില്ല. അവൻ തുടർന്ന് പിടിക്കുന്നവനാണ്. അവൻ അവിടെ വെച്ച് ഞാൻ രോഗിയായി മാറ്റപ്പെട്ടു. എൻ്റെ മൂത്ത സഹോദരി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ അവിടെ അഡ്മിറ്റ് ആക്കപ്പെട്ടു. മലേറിയ ബാധിച്ച് അഡ്മിറ്റ് ആക്കപ്പെട്ടു. 15 ദിവസം അവിടെ കിടന്നു. 15ാമത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്യുവാൻ എന്നെ ട്രീറ്റ്മെൻറ്റ് എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരു സർദാർജി ഡോക്ടറാണ്, ഒരു മലയാളി ഡ്യൂട്ടി നേഴ്സും കൂടെ കടന്നു വന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോഴങ്ങ് ഡിസ്ചാർജ് ചെയ്യാം. പക്ഷെ നേഴ്സ് പറഞ്ഞു, ഇന്നുകൂടെ ഇവിടെ കിടക്കട്ടെ, നാളെ ആകട്ടെ എന്ന്. അദ്ദേഹം അത് അംഗീകരിച്ചു. അന്ന് രാത്രി അർദ്ധരാത്രി ആയപ്പോൾ എൻ്റെ രോഗം മൂർച്ഛിച്ചു. ഞാൻ കിടന്ന കട്ടിൽ ഉൾപ്പെടെ വിറയ്ക്കുവാൻ തുടങ്ങി. അവർ കമ്പിളിയൊക്കെ കൊണ്ടുവന്ന് പുതപ്പിച്ചിട്ട് എൻ്റെ വിറയൽ നിൽക്കുന്നില്ല. അവസാനം ഡോക്ടർക്ക് ഫോൺ ചെയ്തു. അദ്ദേഹം എന്തോ മരുന്നൊക്കെ കൊടുക്കാൻ പറഞ്ഞവർ പെൻസിൽ ഇഞ്ചക്ഷൻ തന്നു. പക്ഷെ ടെസ്റ്റ് ഡോസ് ചെയ്യാതെ തന്നതുകൊണ്ട് അതിൻ്റെ ശരീരത്തിന് അലർജിയായി മാറ്റപ്പെട്ടു. ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുവാൻ തുടങ്ങി. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അതിനകത്ത് കിടന്ന് ഓടുവാൻ തുടങ്ങി. അവസാനം അവർ എന്നെ കൈയും കാലും എല്ലാം കെട്ടി ഇട്ടിട്ടും ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ തന്നു. എനിക്ക് മലേറിയയ്ക്ക് പുറമെ ന്യൂമോണിയ എന്ന രോഗം കൂടെ ബാധിച്ചു. 1.5 മാസം പുറത്തെ വെളിച്ചം കാണാതെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നു. 1.5 മാസത്തിന് ശേഷം എന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്നെ എക്സ്റേ എടുത്ത് കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, 40 കിലോയിൽ താഴെ തൂക്കമുള്ളൂ, ഒരു അസ്ഥികൂടം പോലെ ഞാനായി. അദ്ദേഹം പറഞ്ഞു, ഈ 2 രോഗം കൂടെ വന്നതുകൊണ്ട് ഇനി ഒരിക്കലും നിന്റെ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരത്തില്ല. ഇതൂടെ കേട്ടപ്പോൾ എനിക്ക് നിരാശയായി. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് നിർബന്ധപൂർവ്വം പറഞ്ഞു, എനിക്ക് ഇനി നാട്ടിൽ ജീവിക്കണ്ട, എന്നെ മടക്കി തിരിച്ച് നാട്ടിലേക്ക് വിടണം. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവരെന്നെ നാട്ടിലേക്ക് മടക്കി അയച്ചു. ഞാനൊരു മുഴുമദ്യപാനിയായി, മയക്കുമരുന്നിനടിമയായി, കഞ്ചാവിനടിമയായി തീർന്നു. ആരെങ്കിലും അവസാനം ഇതൊന്നും ലഭിക്കാതെ വരുമ്പോൾ ആരെങ്കിലും വലിച്ചിട്ടിട്ട് പോകുന്ന വീടിക്കുറ്റിയെടുത്ത് വലിക്കുവാൻ തുടങ്ങി. എൻ്റെ ശരീരം വിറയ്ക്കുമായിരുന്നു. ഈ ശരീരം വിറയ്ക്കുന്നത് കാണുമ്പോൾ ആരെങ്കിലും 10 രൂപ 5 രൂപയൊക്കെ ഇട്ടു തരും.
അതുകൊണ്ട് കിട്ടുന്ന ചാരായമോ കഞ്ചാവോ പോയി വാങ്ങും, സ്വല്പം ആശ്വാസം ലഭിക്കും. ആത്മഹത്യക്ക് പല വഴികളെക്കുറിച്ച് ചിന്തിച്ചു നോക്കി, പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടു. എന്നാൽ 1991 ഏപ്രിൽ 1-ാം തീയതി ഞാനൊരു തീരുമാനമെടുത്തു, ആത്മഹത്യ ചെയ്യണം. ഒരു ചെറിയ കുറിപ്പെഴുതി എൻ്റെ അപ്പൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് ഞാൻ ആ കുറിപ്പിൽ ഇങ്ങനെ എഴുതിയത്, ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ആത്മഹത്യ ചെയ്യും, എന്നെക്കുറിച്ചുള്ള ദുഃഖം ഇതോടുകൂടി നിങ്ങൾക്ക് തീർന്നു കിട്ടും. ഇതിനു മുമ്പ് എന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കൊക്കെ കൊണ്ടുപോയി, പക്ഷേ അവിടെ വെച്ചൊന്നും എനിക്കൊരു മാറ്റവും സംഭവിച്ചില്ല. എന്നാൽ മടങ്ങി വന്ന അവസാനം ആത്മഹത്യക്ക് വേണ്ടി തീരുമാനമെടുത്ത് രാവിലെ ആ പോക്കറ്റിലുണ്ടായത് 20 രൂപയും എടുത്ത ചങ്ങനാശ്ശേരി പട്ടണത്തിലേക്ക് വണ്ടി കയറി. 2 രൂപ 20 പൈസ കൊടുത്താലെന്ന് ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങാം. ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങി ബാക്കി പൈസയ്ക്ക് സ്വല്പം ചാരായവും കഞ്ചാവീടിയൊക്കെ വാങ്ങി റെയിൽവേ പാളം ലക്ഷ്യമാക്കി നടന്നപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രേരണ, എൻ്റെ അപ്പൻ്റെ ഏക സഹോദരി വളരെ സമ്പത്തുള്ള ഭവനത്തിൽ വിവാഹം ചെയ്ത് അയച്ചതാ. പക്ഷേ മദ്യപാനിയായ ഭർത്താവെല്ലാം നശിപ്പിച്ച റെയിൽവേയുടെ പുറംപോക്കിൽ ഒരു ചെറിയ കുടിലിനകത്ത് താമസിക്കുന്നു. ആ മാതാവിനെ ഞാൻ വളരെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് ആ റെയിൽവേ പാളം ക്രോസ് ചെയ്ത് ഞാൻ കുടിലിൽ ചെല്ലുമ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ്. ഞാനത് തുറന്നകത്ത് കയറി കസേരയിൽ ഇരിക്കുമ്പോൾ ആരോ എന്നോട് പറയുകയാണോ, ബൈബിൾ വായിക്കുവീൻ. ഞാൻ പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഞങ്ങളുടെ നാട്ടിൽ കത്തോലിക്കർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഭിത്തിയിൽ പലകയടിച്ചിട്ട് ബൈബിൾ ഇങ്ങനെ ചാരി വെക്കും. എവിടെയെങ്കിലും പോകുമ്പോൾ അതൊന്ന് തൊട്ടുമുത്തും. ഇത് തൊട്ടുമുത്താനുള്ളതല്ല, ഇത് തുറന്ന് വായിച്ചാൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് യേശു പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ പ്രഘോഷിക്കുന്നത് സത്യത്തിന്റെ വചനമാണ്. സ്തോത്രം. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ബൈബിൾ കയ്യിലെടുത്തു. എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എടുത്തു തുറന്നത് 1-ാം സങ്കീർത്തനമാ. ഓരോ വാക്യം വായിക്കുമ്പോഴും കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു ശക്തി എൻ്റെ ശിരസിൽ നിന്ന് എൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുവാൻ തുടങ്ങി. ചില മണിക്കൂറുകൾ കൊണ്ട് 150-ാം സങ്കീർത്തനം വരെയും ഞാൻ വായിച്ചു തീർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭവനത്തിൽ നിന്ന് രാവിലെ പുറത്തുപോയ മാതാവും മകളും കൂടെ വരുമ്പോൾ അടച്ചിട്ട വാതിൽ തുറന്നു കിടക്കുന്ന ഭയത്തോടെ അകത്ത് കയറുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ കണ്ട് തട്ടി ഉണർത്തി, മോനെ നിനക്കെന്ത് പറ്റി? ഞാൻ പറഞ്ഞു, നന്നായി വന്നിരിക്കുക. സംശയം തോന്നി അടുത്തു വന്നപ്പോൾ ചാരായത്തിന്റെ ഗന്ധം എന്നെ കെട്ടിപ്പിടിച്ച് കരയുവാൻ തുടങ്ങി. അമേൻ സ്തോത്രം. ഞാൻ പറഞ്ഞു, അമേൻ സ്തോത്രം. അത് മോനെ നീ എന്ന് നന്നാകും. ഞാൻ പറഞ്ഞു, ഇന്നുകൊണ്ട് മാറ്റം വരും. എൻ്റെ ലക്ഷ്യം ആത്മഹത്യയാണ്. അന്ന് പകൽ മുഴുവൻ അവിടെ കഴിച്ചുകൂട്ടി രാത്രിയിൽ ബാത്റൂമിലേക്ക് വെള്ളമെടുത്ത് വെച്ച് കുളിക്കുവാൻ ശിരസിലേക്ക് ഒഴിക്കുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വിമോചിപ്പിക്കുവാനാ. ഞാൻ അതുവരെയും ആ കേട്ട ശബ്ദമൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത പോയി, മാനസിക രോഗത്തിന്റെ ലക്ഷണമായിരിക്കും ദൈവം സംസാരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ചത് മാനസിക രോഗത്തിന്റെ ലക്ഷണമാ. അതുകൊണ്ടൊരു ഭ്രാന്തനായിട്ട് ജീവിക്കണ്ട, വേഗത്തിൽ ആത്മഹത്യ ചെയ്യണം. സ്വല്പം കഞ്ഞിയൊക്കെ വാങ്ങി കുടിച്ച് ഒരു കട്ടിലുമൊക്കെ വാങ്ങി പുറത്തിറങ്ങി കിടന്നു. കഞ്ചാവിന്റെ ലഹരിയിൽ മയങ്ങിയതറിയാം. ഏതാണ്ട് ഒരു അർദ്ധരാത്രിയോട് അടുത്ത സമയമായി കാണും. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് ആത്മഹത്യ ചെയ്യാൻ വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങുകയാണോ, നേരെ റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു. ആ കഞ്ചാവീടി അവിടെ നിന്ന് വലിച്ചിട്ട് ഞാൻ ആ റെയിൽവേ ട്രാക്കിൽ കിടന്നു. റെയിൽവേ ട്രാക്ക് വൈദ്യുതീകരിച്ചിട്ടില്ല. ഞാൻ ഒരു ട്രെയിൻ വരാൻ കാത്തുകിടന്നു. കാരണം നിരാശ അത്രമാത്രം എന്നെ പിടിച്ചിരുന്നു. വിറയ്ക്കുന്ന ശരീരം, എനിക്കാരെയും സ്നേഹിക്കാൻ കഴിയുന്നില്ല, ആരും എന്നെയും സ്നേഹിക്കുന്നില്ല, എല്ലാവർക്കും എന്നോട് വെറുപ്പ്, എനിക്കും എല്ലാവരോടും വെറുപ്പായി. ഈ വിറയ്ക്കുന്ന ശരീരത്തോടെ, അസ്ഥികൂടമായ ശരീരത്തോടെ ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനമെടുത്ത് റെയിൽവേ ട്രാക്കിൽ കിടക്കുമ്പോൾ ഒരു ശക്തി എൻ്റെ മേൽ ഇറങ്ങി വരുവാൻ തുടങ്ങി. ഈ റെയിൽവേ ട്രാക്കിൽ എവിടുന്നായി കരണ്ട് ഒരു ഷോക്ക് ഏൽക്കുന്നത് പോലെ ഞാൻ എൻ്റെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു പ്രകാശഗോളം പോലെ ഒന്നോ എന്നെ ശിരസിന് മുകളിൽ നിൽക്കുന്നു. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. ആരോ എന്നോട് പറയുകയാണ്, ഈ പിശാച് വിട്ടുപോകുവാൻ കൽപ്പിക്കുവിൻ. യെശയ്യാ പ്രവചനം 61 വായിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടും, യഹോവ നിന്റെ മേൽ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. അന്ന് രാത്രി ഞാൻ കണ്ട തേജസ് എൻ്റെ കർത്താവിൻ്റെ തേജസ്സായിരുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, നസറേനായ യേശുവിന്റെ നാമത്തിൽ എന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തി എന്നെ വിട്ടുപോകട്ടെ. അന്ന് രാത്രി ഒരലർച്ചയോടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശക്തി എൻ്റെ ശരീരം വിട്ടു.
റോമർ 16:20 വായിക്കുന്നു, എന്നാൽ സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിന്റെ കാൽ കീഴാക്കി ചതച്ചു കളയും. ദൈവത്തിന്റെ കൃപ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സാത്താനെ ദൈവം എന്റെ കാൽ കീഴാക്കി തന്നു. പാപജീവിതത്തോട് ഇന്ന് രാത്രി വിട പറയാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുവോ? ഇതിന്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്നത് പൈശാചിക ശക്തിയാ. ജുഡമന ഹദിരിയ ലബർഷസ് പ്രവിടവേ, ഇന്ന് രാത്രി ദേശത്തോട് പറയുന്നു, പൈശാചിക മണ്ഡലം പാപജീവിതത്തിൽ നിന്നെ അകപ്പെടുത്തി നിരാശപ്പെടുത്തി ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകാൻ പദ്ധതിയിടുമ്പോൾ ഇന്ന് രാത്രി സുവിശേഷം ഇവിടെ മുറ്റത്ത് വെച്ച് നടത്തപ്പെടുന്നതിന്റെ പിൻപിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിന്നെ ദൈവം സ്നേഹിക്കുന്നു. പ്രിയ പിതാവേ, പ്രിയ മാതാവേ, പ്രിയ യൗവനക്കാരാ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. രാത്രി പറയട്ടെ, ആ റെയിൽവേ ട്രാക്കിൽ വെച്ചത് ആദ്യമായി ഞാൻ എൻ്റെ ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞു. അതുവരെയും അനുഭവിക്കാഞ്ഞ സന്തോഷവും സമാധാനവും ഞാൻ ആ റെയിൽവേ ട്രാക്കിൽ വെച്ച് രുചിച്ചറിയുവാനിടയായി തീർന്നു. ദൈവമക്കളെ, പിറ്റേ പ്രഭാതത്തിൽ രാത്രി എൻ്റെ കയ്യിൽ നിന്ന് ബാക്കിയിരുന്ന കഞ്ചാവ് പിടിയൊക്കെ എടുത്ത് ദൂരേക്കെറിഞ്ഞു. അത് പൂർണ്ണമായി അന്ന് വിട്ടുകളഞ്ഞതാ. ഒരു കാര്യം ഞാൻ പറയാം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി മാറും. അന്ന് രാത്രി കർത്താവിനെ സ്വാതന്ത്ര്യപ്പെടുത്തി. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു മരണ വീടിൻ്റെ അനുഭവം. ഞാൻ എൻ്റെ അപ്പൻ്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചു. അപ്പൻ എന്നെ മേൽപോട്ട് ഉയർത്തി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മകനെ, നീ ചെയ്തതെല്ലാം ഞാൻ എന്നെ മറന്നു. എൻ്റെ ഹൃദയത്തിലൂടെ വാൾ കടക്കുന്നത് പോലെ തോന്നി. എൻ്റെ ഭൂമിയിലെ പിതാവങ്ങനെ പറഞ്ഞെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എന്തുമാത്രം എന്നെ സ്നേഹിക്കും. മുറിക്കകത്ത് കയറി പ്രാർത്ഥനയോടെ ഇരുന്നു. 3 രാവും പകലും ജലപാനം കഴിക്കാതെ, ആഹാരം കഴിക്കാതെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു. ടിവിയുടെ സ്ക്രീനിലെ പ്രകാരം ചിത്രങ്ങൾ തെളിയുമോ അതേപോലെ എൻ്റെ പാപങ്ങൾ ഓരോന്നായി തെളിയുവാൻ തുടങ്ങി. ഓരോന്ന് ഞാൻ ഏറ്റു പറഞ്ഞു. അവസാനം ഞാൻ ഒരു ശബ്ദം കേട്ടു, നീ എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ കേട്ട ശബ്ദം നിന്നിൽ നിന്നായെങ്കിലും വചനം നൽകണം. ഇതെവിടെ എഴുതിയിരിക്കുന്ന അറിഞ്ഞുകൂടാ. പ്രാർത്ഥിച്ചു ബൈബിൾ തുറന്നു. പക്ഷേ അതിനകത്ത് മത്തായി സുവിശേഷം 4-ാം അധ്യായം 19-ാം വാക്യം എൻ്റെ കൺമുമ്പിൽ പതിഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇത്രയും നാളും ജഡത്തിന്റെ താല്പര്യങ്ങൾക്ക് വിതച്ചു, ജഡത്തിന്റെ നാശം കൊയ്തു. എന്നാൽ ആത്മാവിൽ വിതയ്ക്കാൻ ആഗ്രഹിക്കുന്നു, ആത്മാവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊന്നും അറിഞ്ഞുകൂടെ എന്നെ പഠിപ്പിക്കണം. ദൈവമക്കളെ, വേഗത്തിൽ ഞാൻ സാക്ഷ്യത്തെ ചുരുക്കട്ടെ. അങ്ങനെ മുൻപോട്ട് പോയി. അവസാനം ഡിവൈൻ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ടു. ആമേൻ. ആ ടീമിനോടൊപ്പം 91 തൊട്ട് 95 വരെയും ഞാൻ കേരളത്തിൻ്റെ പലയിടങ്ങളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ലക്ഷങ്ങൾക്ക് തിങ്ങിക്കൂടുന്ന കൺവെൻഷനുകളിൽ ആമേൻ സാക്ഷ്യം പറയുവാൻ, ആമേൻ വിമോചനം സൂക്ഷിപ്പാൻ എനിക്കിടവന്നു. പക്ഷേ എന്നാൽ സത്യത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഞാൻ സത്യത്തിൻ്റെ കൽപ്പന അനുസരിപ്പാൻ ഇടയായി തീർന്നു. 1995 ഡിസംബറിൽ ഞാൻ ആലപ്പുഴയിൽ വെച്ചൊരു കർത്തദാസന്റെ കൈക്കീഴിൽ ഞാൻ യേശുവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു. ദൈവമക്കളെ, തിരികെ വീട്ടിൽ വരുമ്പോൾ ഈ വാർത്ത വീട്ടിൽ അറിഞ്ഞു. എന്നെ പുറത്താക്കി. പക്ഷേ എൻ്റെ ദൈവം എന്നെ കൈവിട്ടില്ല. കഴുകൻ തന്റെ കൂടാക്കി കുഞ്ഞുങ്ങളെ പറക്കൽ പഠിപ്പിക്കുന്നത് പോലെ യഹോവ അവനെ തനിയെ മരുഭൂമിയിൽ നടത്തി. രാത്രി ഞാൻ പറയട്ടെ, ആരെങ്കിലും ഈ സത്യദൈവത്തിന്റെ പിന്നാലെ വന്നാൽ, നിന്റെ വീട്ടുകാർ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരപ്പൻ നിനക്ക് സ്വർഗത്തിലുണ്ട്. അവൻ നിന്നെ കൈവിടുന്നവനല്ല. ഇന്ന് രാത്രി ആരെങ്കിലും എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് കരുതിയിരിക്കുന്നെങ്കിൽ പറയട്ടെ, നിനക്കൊരു സ്നേഹിക്കുന്ന ദൈവമുണ്ട്. നീ അവന് വിലയേറിയനും മാന്യനുമായി നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അവൻ നിന്നെ വിലയേറിയവനായി എന്റെ ദൈവം കണ്ടിരിക്കുന്നു. രാത്രി ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. രാത്രി അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം, ആമേൻ. ഇതിനെല്ലാം ശേഷം കർത്താവ് എനിക്ക് നന്ന അനുഗ്രഹീതമായ ഒരു ജീവിത പങ്കാളിയെ തന്നു. തൃശ്ശൂരുള്ള ഷാരോൺ ഫെലോഷിപ്പിന്റെ ഒരു സീനിയർ ശുശ്രൂഷകനായിരുന്ന നിത്യതയിലായിരിക്കുന്ന ദാസൻ ഈശായി പാസ്റ്ററുടെ മകളെ രൂത്തിനെ വിവാഹം ചെയ്യുവാനിടയായി. എനിക്ക് 2 തലമുറയും കർത്താവ് തന്നു. ഞങ്ങൾ ഇന്ന് അനുഗ്രഹീതമായ നിലവാരത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന മിനിസ്ട്രിയോടും സഭയോടും യുവദാസനോടുമുള്ള നന്ദി അറിയിച്ച ദിവസങ്ങളിൽ ഇരിക്കും.